ഏതെങ്കിലും ഒരു ജാതിയിലോ ഒരു മതത്തിലോ ഒരു നാട്ടിലോ ഒരു പ്രത്യേക ജനന തീയതിയിലോ സമയത്തോ ഒന്നും ജനിക്കുന്നത് കൊണ്ട് ഒരാൾ നല്ലവനോ നാറിയോ ആകുന്നില്ല. അയാളുടെ ചിന്തകളിലൂടെ അയാളെ സംസ്കരിച്ചെടുത്ത ആ ചിന്താധാരകളും പിന്നൊരു പരിധിവരെ അയാളുടെ പൈതൃക ഗുണവും അത്തരം കാര്യങ്ങളുമാണ് ഓരോ മനുഷ്യരെയും വേറിട്ട് നിർത്തുന്നത്. എല്ലാ ജാതിയിലും മതത്തിലും നാട്ടിലും വിഭാഗത്തിലും ജനനത്തീയതികളിലും എല്ലാം നല്ല മനുഷ്യരുണ്ട്. എല്ലാ നാട്ടിലും അതുപോലെ തന്നെ നാറികളായ മനുഷ്യരുമുണ്ട്. സവിശേഷമായ ഒരു ദിവസത്തെ ജനനമോ സവിശേഷമായ ഒരു ദിവസത്തെ മരണമോ ഒരാളിനെയും വിശിഷ്ടനാക്കുന്നില്ല, അതിവിശിഷ്ടനാക്കുന്നുമില്ല. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, 27 രാവിന് മരിച്ചാൽ സ്വർഗത്തിലാണ് എന്നൊക്കെ ഓരോരുത്തർ വിശ്വസിക്കാറുണ്ട്, പറയാറുണ്ട്. വെള്ളിയാഴ്ച രാവ് നല്ല നേരം, നന്നായിരിക്കട്ടെ, അങ്ങനെയൊക്കെ ഒരു നല്ല പോസിറ്റീവായി പറയുന്നത് നല്ലതാണ്. പക്ഷേ ആ ദിവസങ്ങളിൽ കൊള്ളക്കാരൻ മരിക്കാറുണ്ട്, ഒരുപാട് കുഴപ്പങ്ങൾ ചെയ്യുന്നവൻ മരിക്കാറുണ്ട്, കൊലപാതകി മരിക്കാറുണ്ട്, സമ്പത്ത് കൊള്ള ചെയ്തവൻ മരിക്കാറുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ളവർ മരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ദിവസത്തിനായി മാത്രം പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. ഇത് ആമുഖമായി പറഞ്ഞ എന്തിനാണെന്നറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ മാർപ്പാപ്പയുണ്ടല്ലോ, ആ മാർപ്പാപ്പ അമേരിക്കക്കാരനാണ്. നമ്മൾ അമേരിക്കക്കാരൻ എന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് ട്രംപിനെയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ വിടുവായൻ, യുദ്ധക്കൊതിയൻ, പറയുന്നതിനൊരു വിലയുമില്ലാത്തവൻ. അയാൾ ചെയ്തതെന്താണെന്നറിയോ? ഈ വത്തിക്കാൻ്റെ പരമോന്നത നയതന്ത്ര ബഹുമതിയായ ഓർഡർ ഓഫ് പയസ് 11 എന്ന് പറയുന്ന ആ ബഹുമതി ഇറാൻ അംബാസിഡർ മുഹമ്മദ് ഹുസൈൻ മുഖ്താരിക്ക് നൽകി. നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സമാധാനത്തിനും ആരോഗ്യകരമായ സംവാദങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നയതന്ത്രജ്ഞർക്കുമൊക്കെ നൽകുന്ന ഏറ്റവും വിശിഷ്ടമായ നൈറ്റ്ഹുഡ് പദവികളിൽ ഒന്നാണ് ഈ പദവി. വളരെ സവിശേഷമായ പദവിയാണ്. നൽകിയിരിക്കുന്നത് ആർക്കാണ്? ഇറാൻ്റെ നയതന്ത്ര പ്രതിനിധിക്കാണ് നൽകിയതാരാണ്? ലോക ക്രൈസ്തവരുടെ മഹോന്നതരിൽ മഹോന്നതനായ ഏറ്റവും വലിയ പദവിയുള്ള ബഹുമാന്യനായ പോപ്പാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ താഴെയുള്ളവനെല്ലാം ഇറാനും അമേരിക്കയും തമ്മിൽ അടിക്കുമ്പോൾ അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആക്രമണവും, അല്ലെങ്കിൽ ഒരു കള്ളൻ കൊള്ളക്കാരൻ ഒരു രാജ്യത്തെ അധിനിവേശപ്പെടുത്താൻ വന്ന് നടത്തുന്ന ആക്രമണങ്ങളെക്കാൾ ഉപരി നമ്മുടെ നാട്ടിലെയും ലോകത്തെയും പല മനുഷ്യരും, നമ്മുടെ നാട്ടിലാണ് അത്തരം വിദ്വേഷവെറിയന്മാർ കൂടുതൽ. അതിൽ ആത്മീയ നന്മയുള്ളവർ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട്, അതുപോലെ വലിയ കൂടിയ വിദ്യാഭ്യാസവും നല്ല നിലവാരത്തിലും ജീവിക്കുന്ന കുറേ വിദ്വേഷകാരികളുമുണ്ട്. ഇവരെല്ലാം ഇവിടെ ഇരുന്ന് ഇത് കണ്ട് ആസ്വദിക്കുകയാണ്. എന്താണ്? ക്രിസ്ത്യാനി മുസ്ലിമിനെ അടിച്ചു, അല്ലെങ്കിൽ ജൂതൻ മുസ്ലിമിനെ അടിച്ചു, സന്തോഷം, മുസ്ലിം മരിക്കുന്നതിൽ ഭയങ്കര സന്തോഷം. എന്നാൽ നന്മയുള്ള മനുഷ്യർ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. ഈ പോപ്പ് കൊണ്ട് ലെബനനിലോ മറ്റോ യാത്ര നടത്തിയപ്പോൾ പോപ്പിനെ ഏറ്റവും ഇഷ്ടത്തോടെ സ്വീകരിച്ച ഒരു പിഞ്ചു ബാലൻ പിന്നീട് കൊല്ലപ്പെട്ടതറിഞ്ഞ ദുഃഖത്തിൽ അവൻ നൽകിയ സമ്മാനം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കഥ പറയുകയുണ്ടായി. മനുഷ്യനാണ് അയാൾ. അയാളെപ്പോലെയുള്ളവരാണ്, അദ്ദേഹത്തെ പോലെയുള്ളവരാണ് മനുഷ്യർ. ആ വലിയ മനുഷ്യനെ പോലെയുള്ളവർ നൽകുന്ന സന്ദേശം വളരെ വളരെ വലുതാണ്. അദ്ദേഹമാണ് അമേരിക്കൻ പ്രസിഡൻറ്റിനോട് നേർക്ക് നേരെ നിൻ്റെ പണി കയ്യിലിരിക്കട്ടെ എന്ന് കൃത്യമായി പറഞ്ഞത്. ഡൊണാൾഡ് ട്രംപിൻ്റെ യുദ്ധക്കൊതിയെക്കുറിച്ചും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടക്കുന്ന ഈ ദുഷിച്ച പ്രവണതകളെക്കുറിച്ചും ഏറ്റവും ആധികാരികമായി വർത്തമാനം പറഞ്ഞത് ഈ പോപ്പ് തന്നെയാണ്. ആ പോപ്പാണ് ഇത് നൽകിയിരിക്കുന്നത്. മനുഷ്യർക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് ആ നല്ല മനുഷ്യൻ്റെ നന്മയാർന്ന പ്രവൃത്തിയിൽ. അതുകൊണ്ട് ജാതിയും മതവും നാടും വർഗവും വർണ്ണവുമല്ല, മനുഷ്യത്വത്തിൻ്റെ നന്മയെ കാണുക, ചേർത്ത് പിടിക്കുക, സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ.